നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ കോപ്പ അമേരിക്കയിലെ ബ്രസീലിൻ്റെ മധ്യനിര വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത് എന്നുള്ളത് അവരുടെ കോച്ച് ഡൊറിവാൾ ജൂനിയർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കൊളംബിയക്കെതിരെയൊക്കെ ബ്രസീലിൻ്റെ മധ്യനിര ആകെ കളി കൈവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ ബ്രസീലിൻ ഇതിഹാസം ഗേൾസൺ അതിശക്തമായ ഭാഷയിലെ വിമർശനവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ മധ്യനിരക്ക് ഫുട്ബോൾ എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ ബ്രസീലിയൻ ടീമിൻ്റെ മിഡ്ഫീൽഡ് തീർത്തും റബ്ബിഷാണ്. അവർക്ക് എങ്ങനെ ഫുട്ബോൾ കളിക്കണമെന്ന് അറിയുമോ? പക്കോറ്റയ്ക്ക് ഒരു പക്ഷെ അറിഞ്ഞേക്കാം, പക്ഷേ ഫൈറ്റാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ജാവോ ഗോമസ് ആണെങ്കിൽ എന്താണ് ഫുട്ബോൾ എന്ന് പോലും എങ്ങനെ കളിക്കണം എന്ന് പോലും അറിയാത്തയാളാണ്. ബ്രൂണോ ഗുയിമറസ് ആണെങ്കിൽ ഫൗള് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അഗ്ലിയാണ്, എല്ലാം ചേഞ്ച് ചെയ്ത് പറ്റൂ എന്നാണ് ഇപ്പോൾ ഗേഴ്സൺ പറയുന്നത്. ഗേഴ്സൺ ബ്രസീലിൻ്റെ ഇതിഹാസമാണ്. 70 അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 1970 വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുള്ളയാളാണ്. ആ ഒരു സമയത്ത് വേൾഡ് കപ്പിലെ സിൽവർ ബോൾ അദ്ദേഹത്തിനായിരുന്നു. വേൾഡ് കപ്പിലെ ഒരു ഓൾ സ്റ്റാർ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഹോൾ ഓഫ് ഫെയിമിലൊക്കെ ഇടം പിടിച്ച് ഗേഴ്സണാണ് പറയുന്നത് ഈ ബ്രസീൽ ടീമിൻ്റെ മധ്യനിരക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയില്ല എന്ന്. ഏതായാലും വിമർശനങ്ങൾ 4 ഭാഗത്തു നിന്നും വരുന്നു. ബ്രസീലിയൻ ടീം വല്ലാതെ അതിൽ ഉലയുന്നുണ്ട് എന്നാണ് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്ന വിവരം. അതൊക്കെ മാറ്റിമറിക്കാൻ ഉറുഗ്വായ്ക്കെതിരെ അവർക്ക് കഴിയുമോ? കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.